ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആകാൻ വേണ്ടി കച്ചകെട്ടിയിരുന്ന ആളാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. പക്ഷെ വളരെ മനോഹരമായിട്ട് അയാൾ വെട്ടി ദൂരെ കളഞ്ഞു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റും കൊടുത്തില്ലായിരുന്നല്ലോ. ഇല്ല, മത്സരിക്കാറങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുള്ള സീറ്റും കൂടെ പോകുമായിരുന്നു. BJPക്ക് സുഖമായിട്ട് ഭരിക്കായിരുന്നു. ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഇല്ല, അതിനെ അവർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അതിന് സീറ്റ് കൊടുത്തില്ല. CPM ആ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, മേയറൂട്ടിയുടെ ഭരണത്തിൻ്റെ ആ ഒരു മേന്മ. അതായത് ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുക എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇവരുടെ ഈ മൊത്തത്തിൽ ഈ CPMൻ്റെ അല്ലെ DYFയുടെ SFIയുടെ ലീഡേഴ്സിനെല്ലാം പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സംസാരത്തിലെ ധാർഷ്ട്യമാണ്. അതിൽ ഇവരെ എങ്ങും പോകണ്ട, ഇവർ ചുമ്മാ രണ്ട് വാക്ക് പറയുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം ഇവർ കടുത്ത CPMകാരാണ് എന്നുള്ളത്. മാത്രമല്ല പലരും നമ്മൾ പറയാറില്ലേ, ഇവർ കണ്ണൂർ ശൈലിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാര്യം ഞങ്ങളുടെ നേതാക്കന്മാർ മാസം എല്ലാം കണ്ണൂർ നേതാക്കന്മാരാണ്. അതെ, ആ ഒരു ശൈലിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഉള്ള നേതാക്കന്മാർ പിന്തുടരുന്നത്. കണ്ണൂർ ശൈലിയിൽ സംസാരിക്കുക. ഈ ചിന്താചരം സംസാരിക്കുന്ന പോലെയാണ് ഈ ആര്യ രാജേന്ദ്രനും ബാക്കിയുള്ള എല്ലാ ലേഡി കക്ഷികളും സംസാരിക്കുന്നത്. ആര്യരാജേന്ദ്രൻ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ സ്ഥാപനം പൂട്ടി താക്കോലെടുക്കാൻ ഒരാളെ പറഞ്ഞു വെച്ചാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ. അത്രയ്ക്ക് വിവരമുള്ള ആളാണ്, നല്ല വിവരമുള്ള ആളായിരുന്നു. ഇവിടെ വന്ന് പൂട്ടി താക്കോലെടുത്ത് തോട്ടറിയാൻ പറഞ്ഞോന്നല്ലേ, അങ്ങനെ പറഞ്ഞു. അതായത് താൻ അവിടെ ചെല്ലുക, ചെന്നിട്ട് മറുനാടൻ മലയാളി അങ്ങ് പൂട്ടിയിട്ട് താക്കോ എടുത്ത് തോട്ടിക്കളഞ്ഞ് ചിഞ്ഞ് പോരുക. ഏത് വകുപ്പിൽ? എന്തെങ്കിലും നിയമലംഘനം വേണ്ടേ? എന്തെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കേട്ട് വന്ന ഉദ്യോഗസ്ഥൻ എന്തോ ചെയ്തു, ഇവിടെ അവരെ വന്നേച്ച് തിരിച്ചു പോയി. അല്ല അവരെന്ത് ചെയ്യാൻ പറ്റും? എറിയാൻ തോടില്ലല്ലോ അടുത്ത്. അതെ, നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ അഹങ്കാര വർത്തമാനങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ. ശിവൻകുട്ടി പോലും പറഞ്ഞു അവസാന ദിവസത്തെ റോഡ് ഷോയ്ക്കിടെ എൻ്റെ വണ്ടി വന്ന് കയറി എന്നെയും തോപ്പിച്ചു, വണ്ടി വലിഞ്ഞു കയറി ചോദിക്കാതെ ഓപ്പൺ എന്താണ് ഈ ശിവൻകുട്ടിയുടെ പ്രചരണ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ മേയറൂട്ടി വലിഞ്ഞഴിഞ്ഞ് കയറി അവിടെ നിന്ന് കൈവീശി കാണിച്ച് അതോടുകൂടി മന്ത്രിയപ്പൂവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇവർ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചു. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. എന്താണെന്നറിയാമോ? പൊതുജന സമക്ഷം പൊതുജനങ്ങൾ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിനോട് ഇവർ പൊരുത്തപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. നല്ലൊരു സൂചന തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ DYFയെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ നേതാക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെ. അത് മനസ്സിലാക്കണമല്ലോ, കാരണം അവനവൻ്റെ ഭാവി രാഷ്ട്രീയ ഭാവിയുടെ കൂടി കാര്യമാണത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇവരെ ഈ മേയറൂട്ടിയൊക്കെ പിടിച്ച് ജില്ലാ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും തലവുത്തനാകുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെ ഭരിച്ച് ഈ പരിവാക്കി വെച്ചിട്ട് പോയി. അതെ, പിന്നെ DYFയ്ക്ക് പോലും അല്ലെങ്കിൽ CPMൻ്റെ ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരൻ്റെ ജോലി ഇല്ലാതാക്കിയത് യദു എന്ന് പറഞ്ഞ KSRTC ഡ്രൈവറിൻ്റെ. അതിനകത്താണ് ഇവർ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ വിഷയത്തിൽ എത്രമാത്രം CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു, എത്രമാത്രം സാക്ഷികളുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സൈഡിൽ കൂടി ഇവർ അട്ടിമറിച്ചില്ല. ഈ യദു വന്ന വണ്ടിയുടെ മെമ്മറി കാർഡ് ഇവർ അടിച്ചു മാറ്റി. എല്ലാം ഗണേശ മന്ത്രി അക്കാര്യത്തിൽ വളരെ കാര്യമായി സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നേരം തന്നെ അത് അടിച്ചു മാറ്റി. അന്നേ ഈ യദു പറയുന്നത് മെമ്മറി കാർഡ് എടുക്കണം. പക്ഷെ മെമ്മറി കാർഡ് മോഷണം പോയി. ആ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് സംഭവിച്ചു. അട്ടിമറിച്ചു. കേസ് മുഴുവൻ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ മുഴുവൻ മേയറൂട്ടിയുടെയും ഭർത്താവിൻ്റെയും ആണ് എന്നുള്ളത് ജനം സ്ഥിരീകരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റി? രണ്ടുപേരും തൊഴിൽരഹിതരായി അവനവൻ്റെ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്നു. ഇവർ നിയമത്തിൻ്റെ മുന്നിൽ ഇവർ തലയൂരി. എന്താണ് ഈ മെമ്മറി കാർഡ് ഇല്ലാത്തത് പാവപ്പെട്ടവരെ സ്ത്രീകൾക്കെതിരായ അക്രമം എന്നൊക്കെ പറഞ്ഞുള്ള കേസിൻ്റെ വകുപ്പിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? ജനങ്ങളുടെ കോടതിയിൽ ഇവർ പിന്തള്ളപ്പെട്ടു. ഈ സച്ചിൻ്റെ ബാലുശ്ശേരിയിൽ തോക്കാൻ പോലും കാരണം എന്താണ്? ബാലുശ്ശേരിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ കുത്തക സീറ്റാണ്. ഇത്രയും കാലങ്ങളായി ബാലുശ്ശേരി സുഖമായിട്ട് സച്ചിൻ ദേവ് ജയിക്കുമായിരുന്നു. ഏതായാലും നമ്മുടെ മേയറൂട്ടിയും കൂടെ കൂട്ടി രണ്ടുപേരും കൂടെ രാത്രി ഡ്രൈവറിനെ പിടിക്കാൻ ഇറങ്ങിയതോടുകൂടി ബാലുശ്ശേരി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഈ കാണുന്ന ആളല്ല ഈ നമ്മുടെ MLA എന്നുള്ളത്. അതുകൊണ്ട് അവർ പറഞ്ഞു തൽക്കാലം ഒന്ന് അങ്ങ് ഭവനത്തെങ്കിൽ വിശ്രമിക്കുക, കുറച്ചുകാലം വിശ്രമിത നയിക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കാം, നിങ്ങൾ 5 വർഷത്തെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഇനി ഇതുവരെ നാട്ടുകാരെ മെക്കിട്ട് അവർ പാവപ്പെട്ടവൻ്റെ ജോലി ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് കൊടുത്തതാണ്. മേയറൂട്ടിക്ക് പിന്നെ അപ്രതീക്ഷിത സീറ്റ് കൊടുത്തില്ലല്ലോ, അത്രയും ബുദ്ധി അവർ ചെയ്തു.
മേയറോട്ടിക്ക് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിരുവനന്തപുരം മാത്രമല്ല കൊല്ലം കൂടി ഇവർ തൂത്തുവാരിയാണ് UDF. അതെ, കൊല്ലം കിട്ടി. കൊല്ലം കോൺഗ്രസിന് കിട്ടിയല്ലോ ഇത്തവണ. കിട്ടി. മൊത്തം സീറ്റും പിടിച്ചേനും. കാരണം ബാലഗോപാലും ഒക്കെ തോറ്റേനും. അതിൻ്റെ ഒരു എഫക്റ്റ് ഇതിൻ്റെ ചുറ്റിനും വരുമായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ താണ്ടെ യദുവിനെ അന്ന് തൊഴിൽ രഹിതനാക്കി. അത് ഓർത്തോണം, എത്ര തുച്ഛമായ വേതനത്തിനാണ് അയാൾ വണ്ടി ഓടിക്കാൻ വന്നത്. ഇത്രയും ദൂരം, അത് എത്ര ജില്ല കഴിഞ്ഞിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് മറ്റൊന്ന ബസ്സാണ്. എത്ര ദീർഘദൂര സർവീസുകൾ ഓടിക്കുന്ന ഡ്രൈവറാണ് ആ മനുഷ്യൻ. അയാളുടെ അവസ്ഥ നമ്മൾ കണ്ടാണ്, ആ മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ നമ്മൾ കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ മറ്റേ ഡെലിവറി ബോയ് ആയിട്ട് പോയി. അതും കഷ്ടാലത്തിന് ഇയാൾ കിട്ടിയിരിക്കുന്ന ഭാഗം ഈ ആര്യരാജൻ്റെ വീടിരിക്കുന്ന ഭാഗത്തായിരുന്നു. അവിടെ അവരിനി ഇയാളെ കൈയേറ്റം ചെയ്യുമെന്നൊക്കെ അയാളൊന്ന് ഭയപ്പെടുന്നുണ്ടായിരുന്നു. കാര്യം ഇവരുടെ ഒരു സംഘബലം അതായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ എന്തായാലും UDF മന്ത്രിസഭ ഒന്ന് സംസ്ഥാന ഇവിടെ നമ്മുടെ കേരള നിയമസഭയിൽ തന്നെ അവിടുത്തെ ബസ് പഠിക്കാൻ സ്ഥിരം ജോലിയല്ല, താൽക്കാലം പോലും ജോലി കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഈ നിയമസഭയുടെ ബസ് യദു ഓടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യദുവിന് ജോലിയൊക്കെ ആയി. മേയർ ഊട്ടിയെ ഒന്നടങ്കം വേണ്ടാന്ന് DYF തിരുവനന്തപുരത്തെ നേതാക്കൾ അങ്ങ് കുറച്ച് പേര് 2-3 പേര് മേയർ ഊട്ടിക്ക് വേണ്ടി ഇറങ്ങിയല്ലേ പതിവ് പോലെ. അപ്പോൾ അത് പക്ഷേ ബാക്കിയുള്ള ഭൂരിപക്ഷം വരുന്ന ആളുകൾ തള്ളിക്കളയുകയും ഒരു പെൺകുട്ടിയെ തന്നെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് ആക്കി. ഒരുപക്ഷെ നേരത്തെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു സംശയമാണ് DYFയുടെ. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല നീക്കം. ശ്യാമ എന്ന മറ്റാണ് പേര്. നേരത്തെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച ഒരാളും കൂടെയാണ് അവർ. VS ശ്യാമയെന്നോ അങ്ങനെ പേര്. അതുപോലെ ഈ ജോയിയും കടകംപള്ളിയും ശിവൻകുട്ടിയും ഒക്കെ ശ്രമിച്ചു ഈ ആര്യയെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ. പക്ഷേ പ്രവർത്തകരും അതിൽ സമ്മേളന പ്രതിനിധികൾ കൃത്യമായിട്ട് അതിനെ എതിർത്തു. കാരണം ഇവർ കാരണം ഉണ്ടായ ഒരു പേരുദോഷം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായും. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭാ പരിധിക്ക് അകത്ത് വരുന്ന ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങളൊക്കെ അത് വലിയ തോതിൽ പ്രതിഫലിച്ചു. അതെ, അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവർ കാണിക്കുന്ന പരാക്രമങ്ങളും തട്ടിപ്പുകളും, ഈ ഒരു പാവപ്പെട്ടവനെ അവൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന വൃത്തികേടുകളും. തൊഴിലാളി സ്നേഹം, അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധികളെന്ന് പറയുന്ന ആളുകളാണ് ഇതെല്ലാം ഈ തോന്നിയ ദിവസം മുഴുവൻ കാട്ടിക്കൂട്ടി വരുന്ന ജോലി ഇല്ലാതാക്കിയത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ജനത്തിന് വിവരം വെച്ചു എന്നുള്ള സത്യം ഇപ്പോൾ അവർക്ക് മനസ്സിലായി, നേതാക്കന്മാരൊക്കെ. അതാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്തിനും ഏതിനും മറയില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ നിങ്ങൾ നടത്തിയ ഈ അട്ടിമറികൾ സംഭവം അവിടെ വെച്ച് ബസ്സുകാരനുമായിട്ട് വഴക്കുണ്ടാകുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നടത്തിയ അട്ടിമറികൾ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. നിങ്ങളിങ്ങനെ അഹങ്കാരിയാണെന്നും നിങ്ങൾ ഈ നടത്തിയ കളിച്ച കളികളൊക്കെ വഴിവിട്ടുള്ളതാണ്. ഇതൊക്കെ പഴയ സ്കൂളാണ്. ഈ അഹങ്കാരം ഇപ്പോൾ മാസെടുപ്പ് കണ്ടല്ലേ, ഇതൊക്കെ പഴയ സ്കൂളാണ്. ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് വില പോകില്ല. ആൾ ഇറങ്ങി പോടാന്ന് പറയും, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. കഴിഞ്ഞ സർക്കാരിന് സംഭവിച്ചതാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ തിരുവനന്തപുരത്ത് CPM സംഭവിച്ചതൊക്കെ അത് തന്നെയാണ്. എത്രയോ പതിറ്റാണ്ടുകളായ ഭരണം കൈയാളിരുന്ന CPM സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേയർ ഊട്ടി ഒറ്റ ആൾ ഇറങ്ങി അത് മൊത്തം നിരപ്പായി കൈ കൊടുത്ത് BJPക്ക് ഭരണം കൊണ്ട് കൊടുത്ത്. സത്യം പറഞ്ഞാൽ BJPക്കാർ അവിടെ മേയറിൻ്റെ മുറിയിൽ മേയർ ഊട്ടിയുടെ ഫോട്ടോ ഒക്കെ വയ്ക്കണം. കാരണം ഞങ്ങളെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണക്കാർ, ഞങ്ങൾ വിജയശില്പി എന്നുള്ളത് മേയർ ഊട്ടിയായിരുന്നു. എന്തായാലും ജനമാണ് വിധിയെഴുതുന്നത്. ജനത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. അത് ഇപ്പോഴെങ്കിലും CPMന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. DYFയുടെ പുതിയ തലമുറയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതിനെ കൊണ്ട് നടന്ന ഉള്ളവഴപ്പും കൂടെ പോകുന്നുള്ള മനസ്സിലായിട്ട് അവർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തി തന്നെയാണ് ഇതങ്ങോട്ട് മാറ്റിയത്. അല്ല വെറുതെ ഈ മാൻട്രേക്കനെ എടുത്ത് ഞങ്ങളെ തലയ്ക്ക് വെച്ചിട്ട് ഞങ്ങളെ കഷ്ടാലം കൂടെ ഞങ്ങളും കൂടെ ഇല്ലാതാക്കണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ മേയർ ഊട്ടി ഈ നേതാക്കന്മാരുടെ സഹായത്തോടെ ജില്ലാ പ്രസിഡന്റ് ആവുമായിരുന്നു. ഏതായാലും അത് നടന്നില്ല. മർദ്ദന മലയാളിയെ പൂട്ടി തോട്ടിലെറിയാൻ നടന്ന മേയർ ഊട്ടി ഇപ്പൊ എന്തായാലും വീട്ടിൽ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് നിങ്ങൾ പോയി പൂട്ടിയിട്ട് ഇപ്പൊ താണ്ട ഒരു പണിയും ഇല്ലാതെ അവിടെ ഇരിക്കുന്നു. ഇപ്പൊ പൂട്ടലും വേണ്ട, തുറക്കലും വേണ്ട, ഒന്നും വേണ്ട. മർദ്ദന മലയാളി ഇപ്പോഴും തുറന്നു ഇരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്ത് പറ്റുന്നു ഇവിടെ മേയർ ഊട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ പറ്റും? എന്തിന് സ്വന്തം പാർട്ടിക്കാരെ വാഹനത്തെ കയറ്റാൻ പോലും കൊള്ളില്ല. വാഹനത്തെ കയറ്റിയോടുകൂടി എൻ്റെ കട്ടാൽ ആരംഭിച്ചെന്നാണ് മന്ത്രി പോകുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞ ഗതി കേട്ടു. എന്തായാലും DYFക്കാർ പിള്ളേരെല്ലാം ചേർന്നെടുത്ത ഏറ്റവും മനോഹരമായ ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. നന്നായി.